ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാണുന്ന പല വീഡിയോകളിലും വീഡിയോ ഉണ്ടാക്കിയ ആളുടെ അല്ലെങ്കിൽ ആ നിർമ്മാണ കമ്പനിയുടെ പേര് വാട്ടർമാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ചിലപ്പോൾ ആ കമ്പനിയുടെ ലോഗോ ആയിരിക്കും വാട്ടർമാർക്ക് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു ആനിമേറ്റഡ് വാട്ടർമാർക്ക് കാണാം. വാട്ടർമാർക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നത് കാണാം. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് വാട്ടർമാർക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ വാട്ടർമാർക്ക് എങ്ങനെയാണ് Kdenliveൽ വളരെ മനോഹരമായി ചെയ്തെടുക്കുക എന്നതാണ് അടുത്ത 3 എപ്പിസോഡുകളിലായി നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ ഒരു പേര് എങ്ങനെ വാട്ടർമാർക്കായി രേഖപ്പെടുത്താം എന്നതാണ് കാണുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം Kdenlive തുറക്കാം. ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ Kdenlive തുറക്കുകയാണ്. Kdenlive തുറന്നു വന്നാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിനൊരു പ്രൊഫൈൽ സെറ്റ് ചെയ്യുകയാണ്. അതിനായി നമ്മൾ ഫയലിൽ ന്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നത് 1080p 30 fps ആണ്. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് വാട്ടർമാർക്ക് ചെയ്യേണ്ടുന്ന ഒരു വീഡിയോ ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. അതിന് ആഡ് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ക്ലിപ്പ് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് വാട്ടർമാർക്ക് ചെയ്യേണ്ടുന്ന ക്ലിപ്പ് ഇവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലിപ്പ് നമ്മൾ വീഡിയോ 1ലേക്ക് എടുത്തിരുന്നു. ഈ ക്ലിപ്പിലാണ് എനിക്ക് വാട്ടർമാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിന് ഒരു അടയാളവും ഒന്നും തന്നെ ഇല്ല. ഇത് ആർക്കും എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എൻ്റേതാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് വാട്ടർമാർക്ക് ചെയ്യുന്നത്. അതിന് ആദ്യം ചെയ്യേണ്ടുന്നത്, ഇതിനായി പല രീതികളുണ്ട്, അതിലൊന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് ഒരു ടൈറ്റിൽ ക്ലിപ്പ് ചേർക്കണം. ടൈറ്റിൽ ക്ലിപ്പ് എങ്ങനെ ചേർക്കാമെന്നതിനെക്കുറിച്ച് 3 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണുക. ടൈറ്റിൽ ക്ലിപ്പ് തുറന്നു വന്നു കഴിഞ്ഞാൽ ഷോ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ വാട്ടർമാർക്ക് എവിടെയാണ് എന്ന് നമുക്കിവിടെ നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം. എനിക്കിപ്പോൾ വാട്ടർമാർക്ക് ചെയ്യേണ്ടത് ഈ വശത്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളുടെ വാട്ടർമാർക്ക് ചെയ്യേണ്ട പേര് എന്താണോ അതിവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പേരടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കളറ് മാറ്റണമെങ്കിൽ മാറ്റാം, വലിപ്പം മാറ്റാം. ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് എനിക്ക് വാട്ടർമാർക്ക് ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ഏത് വശത്താണോ വേണ്ടത് അവിടെ എടുത്ത് വെക്കാം. ഈ വാട്ടർമാർക്ക് ഇവിടെയാണ് വേണമെങ്കിൽ ഇവിടെ എടുത്ത് വെക്കാം. ഇനി ഇതിൻ്റെ ഫോണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ, ഞാനിപ്പോൾ കൂട്ടി വെച്ചിരിക്കുന്നത് ചെറുതാക്കി കൊടുക്കുന്നതാണ് ഭംഗി. ഞാനിപ്പോൾ കൂട്ടി വെച്ചിരിക്കുന്നത് ഇതൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലിടുക. വാട്ടർമാർക്ക് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് വേണം. അപ്പോൾ ഒരു ട്രാക്ക് അതിന് തന്നെ വേണ്ടി വരും. ട്രാക്ക് കൂട്ടുന്നതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാക്കിൽ മുഴുവൻ നമ്മളിത് വലിച്ചിട്ടു. അപ്പോൾ ഇപ്പോൾ വാട്ടർമാർക്കായിട്ടല്ല ഉള്ളത്, ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണുള്ളത്. ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഒരു ചെറിയ ഒരു വളരെ ഫെയ്ഡായ രീതിയിലാണ് വാട്ടർമാർക്ക് വേണ്ടത്. അതിന് ഇനി ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ട്രാൻസിഷൻസും ഇഫക്ട്സും ഉണ്ട് ഇതിന് മുകളിൽ. അവിടെ ട്രാൻസിഷൻസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ സെർച്ച് ബാറിൽ കോമ്പോസിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോംബോ എന്നടിക്കുമ്പോൾ തന്നെ കോമ്പോസിറ്റ് ആൻഡ് ട്രാൻസ്ഫോം 2 ട്രാൻസിഷൻസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇതൊരു എളുപ്പവിദ്യയാണ്. കോമ്പോസിറ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ഈ കോമ്പോസിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ക്ലിപ്പിലേക്ക് ഇടുക. അപ്പോൾ ഇത് ഈ ട്രാൻസിഷൻ അങ്ങനെ ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഇത് ഒരു സ്ഥലത്തിങ്ങനെ വന്ന് നിൽക്കുന്നതാണ്, ഒരു മൂലയ്ക്ക് വന്ന് നിൽക്കും. ഒന്നുകിൽ ഇടതുവശത്തെ എൻഡിലായിരിക്കും, അല്ലെങ്കിൽ വലതുവശത്തെ എൻഡിലായിരിക്കും. എവിടെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇനി ഡ്രാഗ് ചെയ്ത് വലുതാക്കി ഈ ക്ലിപ്പ് മുഴുവനായിട്ടും, അതായത് ഇങ്ങേ തലയ്ക്ക് വരെ എത്തിക്കണം. അതിങ്ങനെ ഇപ്പോൾ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡ്യൂറേഷൻ Kdenlive എന്ന് പറയുന്നൊരു വിൻഡോ പ്രത്യക്ഷപ്പെടും, ചെറുതൊന്ന്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഡ്യൂറേഷൻ കൂട്ടിക്കൊടുക്കുക.
എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് വലുതായി വന്ന് കാണാം. ഇനി നമുക്കിത് ബാക്കി ഭാഗം വലിച്ചിടാം. അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഇഫക്റ്റ് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടാണ് ഈ കാര്യം ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഈ കോമ്പോസിറ്റ് എന്ന് പറയുന്ന ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്ത് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ പ്രോപ്പർട്ടീസിനകത്ത് ഒരു വിൻഡോ പ്രത്യക്ഷപ്പെട്ടത്, കോമ്പോസിറ്റിൻ്റെ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും. അതിനകത്ത് കുറേ ഘടകങ്ങളുണ്ട്, അതെല്ലാം പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമാണ് ഇതിനകത്തുള്ള. ഇവിടെ ഒപ്പാസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു സൗകര്യമുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 100%ആണുള്ളത്. അതുകൊണ്ടാണ് ഈ ക്ലിപ്പിൽ ഈ ടൈറ്റിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് തെളിഞ്ഞു കാണുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അത് നമുക്ക് കുറയ്ക്കാൻ 2 വിദ്യയുണ്ട്. ഒന്ന് ഈ മഞ്ഞയിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുറയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ % കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് ആ ടൈറ്റിലിന് സംഭവിക്കുന്ന മാറ്റം ശ്രദ്ധിക്കുക. അതിങ്ങനെ മങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കിത് മാറ്റാം. ഇപ്പോൾ ഇങ്ങനെ വളരെ മങ്ങിയതായിട്ടാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ കളറ് നമ്മൾ ടൈറ്റിൽ ക്ലിപ്പ് പോയിട്ട് എഡിറ്റ് ചെയ്ത് കളറങ്ങ് മാറ്റിയാൽ ചിലപ്പോൾ വീണ്ടും ഇതിന് മാറ്റം സംഭവിക്കും. ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാണ്. എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കളറ് വെള്ളയാക്കി കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഈ ക്ലിപ്പിലേക്ക് വന്ന് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ വളരെ മങ്ങിയ രീതിയിൽ അതിങ്ങനെ വന്നാണ്, ശരിക്കും നോക്കിയാലേ കാണും. അപ്പോൾ ഒരു വാട്ടർമാർക്ക് അവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒപ്പാസിറ്റി വീണ്ടും ഈ കോമ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഇനിയും കുറയ്ക്കണമെങ്കിൽ ലേശോടെയും കുറയ്ക്കാം, ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ അത് കാണാൻ വേണ്ടി കഴിയും. എല്ലാ വീഡിയോസിലും, മിക്കവാറും വീഡിയോസിലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ വാട്ടർമാർക്കായി ചേർക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു ലോഗോയെ എങ്ങനെ വാട്ടർമാർക്കായിട്ട് ചേർക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ എങ്ങനെ ആനിമേറ്റ് ചെയ്തുകൊണ്ട് വാട്ടർമാർക്ക്, നമ്മൾ ടി വിയിലൊക്കെ ന്യൂസ്, എക്സ്ക്ലൂസീവ് ന്യൂസൊക്കെ കാണുന്ന സമയത്ത് ടി വി ചാനലിൻ്റെ പേരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ് വാട്ടർമാർക്ക് പോലെ വളരെ നേരിയ രീതിയിൽ. അതുപോലെ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, ഈ 2 കാര്യങ്ങൾ അടുത്ത 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കാണും. ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.